ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. ഞങ്ങളുടെ കഥയുടെ പേര് അറബിക്കടലിലെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. അറബിക്കടലിലെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. ആദിയോനിൽ ഹംദ് പാടി കൈകൾ ഉയർത്തി ആദ്യമിൽ മദദാര നമ്മെ ചേർത്തിടേണേ. ബിസ്മിയും സലവാത്തുകൾ നാം ഇമ്പമാലെ പാടി അതബിലും അത് തെളിവിലും നാം അമ്പിനാലെ വാഴ്ത്തി ഈ ചരിതം നീ കേൾക്കണേ. ധീരത മാത്രം കാട്ടിയ വീരൻ, മാതൃക മാത്രം നേകിയ ശൂരൻ, അടിമതരാതെ എന്നും മുന്നിൽ എന്നു നായക എന്നു മരക്കാൻ. ശത്രുത മാത്രം നേടിയ നേത, കൃത്യത മാത്രം ജീവിതപാത, ഇത് തടവില്ലാതെന്നും പറയാം ധീരനായക ധീരനായക. ദേശം പൊന്നാനി, മലബാറിന്റെ മക്ക, അറബിക്കടലിന്റെ വിരിമാറിൽ തല താഴ്ത്തി ഉറങ്ങുന്ന തനിമയുള്ള നാട്. മഹദൂമി പണ്ഡിതന്മാരുടെയും അറബി കച്ചവടക്കാരുടെയും കേളി കേട്ട ദേശം. മഹദൂമി പണ്ഡിതന്മാരുടെയും അറബി കച്ചവടക്കാരുടെയും കേളി കേട്ട ദേശം. പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോടുകാരനാണ് നമ്മുടെ കഥാനായകൻ കുഞ്ഞിമറക്ക. അചഞ്ചലമായ വിശ്വാസം, ഒട്ടും കുറയാത്ത പോരാട്ട വീര്യം, ധീരതയാർന്ന പ്രകീർത്തം. ചെറുപ്പത്തിൽ തന്നെ ഉപ്പയെ നഷ്ടമായി. അനിയനും ഏട്ടനുമില്ലാതെ ആ ഉമ്മ ആ കുട്ടിയെ പൊന്നുപോലെ വളർത്തിയെടുത്തു. സൈനുദ്ദീൻ മഖ്ദൂമിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം യോധന കലയിലും കളരിയിലും ധീരത കാട്ടുകയും ചെയ്തു. അതോടൊപ്പം മഖ്ദൂമികളിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മ വെളിച്ചവും അചഞ്ചലമായ വിശ്വാസവും ജനങ്ങൾക്ക് മുമ്പിൽ ആത്മീയതമായി കാട്ടി. അങ്ങനെയിരിക്കെ മികൈന്തരിൽ മിക വീര പ്രകൃതം, അതുല്യ ധീര നയം എന്നും പടഞ്ഞു കേളിസരം. അന്ന് പൊന്നാനി ദേശം പാടിയ നാമം അജയ്യ കേളി പെരുന്നൊരു കാലം. വായിക്കുന്നേ അവർ കാണുന്നേ ഈ മിടുക്കയെന്ന പൊന്നാനി നാട്ടിൽ മിടുക്കു കാട്ടിടലായി. എല്ലാ തരത്തിലും പല വിധത്തിലും അവർ മുന്നിട്ട് നിന്നിടലായി. അതെ, പിശാചുക്കളായ പറങ്കികൾ മലബാറിന്റെ പല പ്രദേശങ്ങളും കീഴടക്കിയിരിക്കുന്നു. ജനങ്ങളാകെ ഭീതിയിലാണ്. പിശാചുക്കളായ പറങ്കികൾ ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ പേടിച്ച് വിറക്കുകയാണ്. കച്ചവടക്കാരായ പലരുടെയും സമ്പത്തു മുതലുമെല്ലാം കൊള്ളയടിക്കാൻ തുടങ്ങി. സ്ത്രീകളായ പലരെയും വധിക്കാനും തുടങ്ങി. സ്ത്രീകളും കുട്ടികളെല്ലാം വീട്ടിനുള്ളിൽ പേടിച്ചിരുന്നു. കച്ചവടക്കാരായ പലരും കടൽ യാത്ര ചെയ്യാൻ നീതി മൂലം തയ്യാറായിരുന്നില്ല. അടുത്ത പ്രദേശക്കാരായ പലരെയും പറങ്കികൾ വധിക്കുകയും സ്ത്രീകളെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ട നാട്ടാകെ തെരിച്ചുപോയി. അതേസമയം വെളിയങ്കോടി നിന്നത് സന്തോഷ ദിവസം കൂടിയാണ്. എന്താണത്? കല്യാണ പോലീശകൾ പറഞ്ഞു തീരാ, മോഹങ്ങൾ പേരുമായി പേരുത്തിടലാൻ. ചിത്തിര മുത്തുളി പൂത്തൽ സുദിനം, കുഞ്ഞുമനക്കർമ്മങ്ങൾ സുദിനം, ആനന്ദമാല തെല്ലും സൂദിനമിത, നാടൻകുമാല തെല്ലിപ്പുകളിതരാൻ. ആ നേരം പായ് നേരം ആയി തിരിയുന്നേ, പറങ്ങിപ്പിശാചുക്കൾ തീരെ വളയുന്നേ, നാട്ടാരും വീട്ടാരും ഞെട്ടിത്തരിക്കുന്നേ. അതെ, നമ്മുടെ പൊന്നാനി വളർത്തുമകനായ കുഞ്ഞിമറക്കാന്റെ മംഗല്യ സുദിനം. എല്ലാവരും കളിയും ചിരിയുമായി നടക്കുകയാണ്. കുഞ്ഞിമറക്ക വധുവിനെ കാത്തു നിൽക്കുകയാണ്. അതേസമയം ആഘോഷാന്തരീക്ഷത്തിലേക്ക് കുതിച്ചു കയറുന്നത് പോലെ ഒരു വാർത്ത. അതെ, ശത്രുക്കൾ പൊന്നാനിയെ കീഴടക്കിയിരിക്കുന്നു. അവിടുത്തെ ഒരു തരുണാമണിയെ അവർ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ട കുഞ്ഞിമറക്കാറിന്റെ വിരലിലേക്ക് രക്തം ഇരച്ചു കയറി. കണ്ണുകളിൽ വെള്ളം മുറ്റാൻ തുടങ്ങി. ഇത് സഹിക്കാൻ കഴിയാതെ കുഞ്ഞിമറക്കാൻ അവിടെ ആ നേരം ഇറങ്ങി. എങ്ങനെയെങ്കിലും എന്റെ രാജ്യത്തെ എനിക്ക് രക്ഷിക്കണം. ആ കപ്പലിനെ ലക്ഷ്യം വെച്ചിറങ്ങുകയാണ്.
എന്താണ് എന്നിട്ടുണ്ടായത്? നാട്ടുകൂട്ടമാകെ ഞെട്ടുപാട്ടിലായേ, ശത്രുകൂട്ടരാലെ നാടുകെട്ടിലായേ, സ്വത്ത് മുത്തം റാഞ്ചി ആർത്തിയാലെ കൂടി ആട്ടം പോട്ടമാലെ നാടുവെട്ടിലാക്കി, കള്ള പറങ്കി കൊള്ള കൊണ്ടാടി നാടുമോടിച്ചു കൊണ്ടോട്ടമായേ, കള്ള് കൂടിച്ച് പെണ്ണ് പീഡിച്ച് കച്ച മുറുക്കി കൊണ്ടോട്ടമായേ. അതെ, പിശാചുക്കളായ പറങ്കികൾ വളരെയധികം സന്തോഷത്തിലാണ്. പൊന്നാനെ കീഴടക്കിയ സന്തോഷം അവർ ആർത്തുല്ലസിച്ചു. കള്ളുകുടിച്ച പറങ്കി പിശാചുകളുടെ കപ്പലിലേക്ക് നമ്മുടെ കുഞ്ഞിമറക്ക തന്റെ പടവാളുമെടുത്ത് ഒരൊറ്റ ചാട്ടം കണ്ണിന്റെ മുമ്പിൽ കണ്ട എല്ലാവരെയും വെട്ടിയിട്ടു. അതിനുശേഷം ആ കപ്പലിൽ കെട്ടിയിട്ടിരുന്ന തരുണാമണിയെ അവർ കെട്ടയച്ചു. ഇതിനുശേഷം താൻ വന്ന തോണിയിൽ കരയിലേക്ക് അയച്ചു. എങ്ങനെയെങ്കിലും പറങ്കി സൈന്യത്തെ എങ്ങനെയെങ്കിലും പറങ്കികളെ പാഠം പഠിപ്പിക്കണം. അങ്ങനെ പറങ്കി സൈന്യത്തിൽ കപ്പലിൽ ഒളിച്ചിരുന്ന ഒരു സൈനികൻ പിന്നിലൂടെ വന്നു. കുഞ്ഞിമറക്കാന്റെ പിന്നിലൂടെ വന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാടിന് വേണ്ടി പോരാടിയ കുഞ്ഞിമറക്കാനെ കുറിച്ച് ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. പ്രിയ സഹോദരരെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങൾ അവതരിക്കുന്ന കഥയുടെ പേര് ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. ബിസ്മിൽ തുടങ്ങിയിടും ഹംദിൽ പുകളോടെ തുടങ്ങിയിടും ഞങ്ങൾ വീരപ്പുലിയുടെ കഥ നിവർത്തിരല സദൈത സാരവശങ്ങളും മോദി പറഞ്ഞ് തന്നോട് കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ശരീരത്തിലെ സങ്കല്പികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മണ്ണ്, പാവനതയുടെ പാരമ്പര്യം കൊണ്ട് മണ്ണണിഞ്ഞ ആ അൽസുന്ന പ്രദേശത്തേക്ക് ഗ്രാമീണവാസികൾ പുതിയ പുലരിയെ അലങ്കരിക്കാൻ തിരക്കിലാണ്. അങ്ങകലെ ചക്രവാള സീമയിൽ എന്തോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു നിൽക്കുന്ന പൊടിപടങ്ങൾക്കിടയിലൂടെ വിദൂരത്തിൽ കുതിരപ്പുറത്ത് കുതിച്ചേരുന്ന ഒരു മനുഷ്യരൂപം. ആൾക്കടുത്തെത്തി അദ്ദേഹം തന്റെ കുതിരയിൽ കണ്ണാട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ദൂതരായ റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് ധീരരാം ഫൈറൂസ് എന്നോർക്കും കത്തുമായി വന്നതാണ്. ഹിത്തളം ധരിച്ചിരുന്നു അത്ഭുതം വിടർന്നിരുന്നു ചെഞ്ചുമച്ചു മക്കിയാലെ സുമവദനം. ഹിത്തളം ധരിച്ചിരുന്ന് അത്ഭുതം വിടർന്നിരുന്ന ചെഞ്ചുമച്ചു കപ്പിനാലെ സുമവദനം. ആ കൽബ് തൂകിടുന്നു സൽവാർത്ത കേട്ട പാടേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. പുണ്യനബിയുടെ ദൂതനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ദൈലമി? അദ്ദേഹം ചോദിച്ചു. തളം കെട്ടി നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യ ദൃഢകഥനുമായ ഒരു കാമുകൻ വന്നു. ഞാനാണ് ഫയസൂർ. എന്തിനാണ് എന്നെ വിളിച്ചത്? അദ്ദേഹം ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. ഇത് പുണ്യ റസൂലിന്റെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുത പരതന്ത്രനായി വിറക്കുന്ന കൈകളോടെ അദ്ദേഹം കത്ത് തുറന്ന് വായിക്കുകയാണ്. റസൂലിന്റെ നിസാരത്താണ് പ്രിയദാനിൽ സലാം അലൈക്കും.
ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. കത്ത് വായിച്ചതോടുകൂടെ ദൈലമിയുടെ അച്ഛനാണെങ്കിൽ 10 ജ്വാലങ്ങളിൽ പണം വിടർത്തി. എന്തെന്നാൽ ആ കത്തിൽ ഉണ്ടായിരുന്നത് ക്രൂരനായ അസുദൻ അൻസി കുര്യനെ വധിക്കണമെന്നായിരുന്നു. കത്തിൽ ഉള്ളടക്കം. തനിക്കതിന് സാധിക്കുമോ? അസുദൻ അൻസിയുടെ ഫലങ്ങൾ തകർക്കാൻ ഈ പാവം ദൈലമിക്ക് സാധിക്കുമോ? കഴിയണം, അല്ലെങ്കിൽ താനെന്തിന് മുസ്ലിമായി ജീവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഹൃദയധൈര്യത്തിലുണ്ടായ കച്ചനം അദ്ദേഹത്തിന്റെ ആത്മധൈര്യത്തിൽ പകർന്നു. എന്തോ തീരുമാനത്തിൽ പോലെ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി കുതിക്കുകയാണ്. ആരംഭവരും കാട്ടി ദൈലമിയടുത്ത് കേട്ടപാടെ മനസ്സുമായി പൂജിച്ചാല് ആ അസ്മദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുന്നിലും മികവിനായി കോരിച്ചാറേ കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം സബബൽ ഫല്ലിസ്സലാഹി തേടുന്നു റബ്ബിനാലെ റഹ്മാന സബബൽ ഫല്ലിസ്സലാഹി തേടുന്നു റബ്ബിനാലെ റഹ്മാന. തിങ്ങി നിൽക്കുന്ന പലത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മലക്കൂലകളെയും പിന്നിലാക്കി ദൈവം കുതിക്കുകയാണ്. സർവവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസുദിന്റെ കുതിരത്തിന് മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുന്ന ഉമ്പരച്ചുമ്പി, ആർക്കും ഭേദിക്കാനാവാത്ത ചെങ്കൽ കട്ടാരം, മുന്നിൽ സുരക്ഷാവലയം തീർത്തുകൊണ്ട് പോകുകയാണ്. ആയിരത്തോളം മടങ്ങുന്ന പറവുകാർ. ഇല്ല, ഈ സുരക്ഷാവലയം ഭേദിച്ചു അകത്ത് കടക്കാനാവില്ല. രാത്രിയാവട്ടെ, ദൈലമേ കാത്തിരിക്കുകയാണ്. ഇരുളിൽ പടർപ്പുമാകെ പരക്കവേ തുടരെ ദൈലമിയോടിയടുക്കവേ ഇരുളിൽ പടർപ്പുമാകെ പറക്കവേ തുടരെ ദൈലമിയോടിയടുക്ക ചാടിയടുത്തിടെ കുത്ത് കൊടുത്തിടെ ആസ്വദിച്ചേതനമക ചിതറിടേ ചാടിയടുത്തിടെ കുത്ത് കൊടുത്തിടെ ആസ്വദിച്ചേതനമക ചിതറിടേ. ഓടിടും ചില ചാടിടും അവർ കണ്ട പഴയമാറിടും അവർ ഓടിടും ചില ചാടിടും അവർ കണ്ട പകയും മാറിടും അവർ. പടിഞ്ഞാറ് സുമയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പള്ളി മിനാരങ്ങളിൽ നിന്ന് മഗ്‌രിബിന്റെ വാമനകൾ ഉയർന്നപ്പോൾ അസുദിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. തന്റെ ഇരു കൈകളും നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു നാഥ, നീ സഹായിക്കണമേ നാഥ. ഇരുട്ടിന്റെ കാർമുങ്കൽ ഭൂമിയിൽ കടന്നു വീണു. ഇരുതലമൂർച്ചയുള്ള കടാരവുമായി പാറോക്കാരെ ദൈലമി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അതിന്തറയിൽ ആണ്ട് ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ തന്റെ കടാരം അസുദിന്റെ ശിരസിലേക്ക് ആഞ്ഞുകുത്തി. തെറിച്ചു വീണ ശിരസ് കൊണ്ടുമുതൽ പിടിച്ചു ചേർത്തുകൊണ്ട് കൊട്ടാരത്തിന് മുകളിൽ പോയി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറിന്റെ ധ്വനികൾ അന്തരീക്ഷ പ്രകമ്പനം കൊള്ളിച്ചു. താഴ്ന്നിരുന്ന പറവകാർ നിശബ്ദരായി. അപ്പോഴാണ് അവർക്കിടയിലേക്ക് അസുദിന്റെ ചേതനേറ്റ ശിരസ് തെറിച്ചു വീണത്. ഇല്ല, രക്ഷയില്ല, കീഴടക്കുക. പാടാം യമനിൽ മണ്ണിൽ ദീനിൻ പുകള് പാടിടാം ജനന സ്വരത്തിൽ ദിനമില് പരമനിറഞ്ഞൊരു സൈതരാ ദൈലമി എന്നൊരു നായകരാ. യമനിൽ മണ്ണിൽ ഉശിരോടെ കൽബിൽ നിറയും പൊലിവോടെ ആലത്തിനല്ലാഹ് അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത് ആലത്തിനല്ലാഹ് അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്. ഇതോടെ ഈ കഥാപ്രസംഗം ഞങ്ങൾ തിരിച്ചുവരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.